എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് 2025 ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ദിനമാണ് അല്ലേ? ഭാരതാംബ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മഹത്തായ സംഭാവനയല്ല സമ്മാനമാണ് യോഗ എന്ന് പറയുന്നത്. അത് ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ എത്തിച്ച, അതിൻ്റെ മഹത്വം ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ പ്രചരിപ്പിച്ച് അവരെ കൊണ്ട് അംഗീകരിപ്പിച്ച ആ ഒരു ധർമ്മം അത് മറ്റാർക്കുമില്ല, നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ മോദിജിയുടേതാണ്. അതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിജിക്കാണ് എന്ന് എടുത്തു പറയേണ്ടതില്ല, പക്ഷെ പറയാതിരിക്കാനും വയ്യ, അതുകൊണ്ട് പറയുന്നു. എന്താണ് യോഗ? യോഗയിലോട്ട് പറയുന്നതിന് മുമ്പ്, യോഗയെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഒരു ആചാര്യവന്ദനം. അതായത് എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ ആചാര്യന്മാർ, ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചത് കുവൈറ്റിലാണ്. കുവൈറ്റിലെ ആചാര്യന്മാർ എന്ന് പറയുമ്പോൾ അവരെന്നെക്കാളും വളരെ പ്രായത്തിൽ ഇളയതാണ്. ഡോക്ടർ രൂപേഷ്, അതുപോലെ രഞ്ജിത്ത് നായർ, ഇവരെല്ലാം സേവാദർശനിലെ യോഗ അധ്യാപകരാണ്. അവിടെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ ശ്രീ യോഗ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ബാംഗ്ലൂരുള്ള ശ്രീ യോഗ ഋഷി സായിജിയുടെ ക്ലാസ്സിൽ യോഗ പ്രാക്ടീസ് ചെയ്തു. ഇതൊക്കെയാണ് എനിക്കുള്ള യോഗയെ പറ്റിയുള്ള പരിജ്ഞാനം. എന്താണ് യോഗ? നമുക്കൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. ഡീറ്റെയിലായിട്ട് പോകാൻ പറ്റില്ല. യോഗ എന്ന് പറയുന്ന പ്രാക്ടീസിൽ കൂടെ വളർന്നു വരേണ്ട ഒരു വലിയ ശാസ്ത്രമാണ് അല്ലേ? ക്രിസ്തുവിന് ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ ഗോണ്ട ഗ്രാമത്തിലെ ഗോണ്ട എന്ന ഡിസ്ട്രിക്റ്റിൽ ജനിച്ച് അവിടെ വളർന്ന ആചാര്യ പതഞ്ജലി മഹർഷി, അദ്ദേഹം ജീവിത അനുഭവങ്ങളെ പ്രാക്ടീസിലൂടെ കടഞ്ഞെടുത്ത്, അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങളിലൂടെ പരീക്ഷിച്ചെറിഞ്ഞ് പരീക്ഷണങ്ങൾ നടത്തി തെളിയിച്ച ഒരു ജീവിത ശാസ്ത്രമാണ് യോഗ എന്ന് പറഞ്ഞാൽ അതായിരിക്കും സത്യം. അതായത് ജീവിത സത്യം, ആ സത്യത്തെ തിരിച്ചറിയുക, അതിൽ യോഗയിലൂടെയുള്ള ഒരു യാത്രയാണ് ആചാര്യ പതഞ്ജലി ചെയ്തത്. യോഗ എന്ന് പറയുമ്പോൾ യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ ഉണ്ടായത്. എന്താണ് യുജ് അല്ലെങ്കിൽ യോഗ? അതായത് യോജിപ്പിക്കുക അല്ലെങ്കിൽ ചേർക്കുക. എന്തിനോടാണ് ഇവിടെ ചേർക്കുന്നത്? ഇവിടെ ചേർക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം നമുക്ക് 2 കാര്യങ്ങളുള്ളത്. ഒന്ന് നമ്മുടെ ശരീരം, രണ്ടാമത്തെ നമ്മുടെ മനസ്സ്, ആ ശരീരത്തിനുള്ളിലിരിക്കുന്ന മനസ്സ്. അപ്പോൾ ഈ മനസ്സും ശരീരവും തമ്മിൽ യോജിപ്പിക്കുന്ന മറ്റൊരു ഘടകം കൂടി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഘടകമാണ് നമ്മൾ. അതായത് എൻ്റെ ഈ ശരീരത്തിനും മനസ്സിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചൈതന്യം, ആ ചൈതന്യത്തെ, ശക്തിവിശേഷത്തെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജീവാത്മ ചൈതന്യം, അല്ലെങ്കിൽ ജീവശക്തി, അല്ലെങ്കിൽ ജീവാത്മാവ് എന്നെല്ലാം പല പേരുകൾ നമ്മൾ വിളിക്കും. ആ ചൈതന്യമാണ് ഈ 2 ഘടകങ്ങളെ കൂടി കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്നത്. ഇവിടെ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആരോഗ്യമുള്ള ശരീരം വേണം. ആരോഗ്യമുള്ള ശരീരത്തിനകത്ത് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകും. ആരോഗ്യമുള്ള മനസ്സ് നിലനിൽക്കണേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണം. അപ്പോൾ യോഗ എന്ന് പറയുന്നത് മനസ്സിനെ ശാക്തീകരിക്കുന്ന, മനസ്സിന് ശാന്തിയും സമാധാനവും ശക്തിയും കൊടുക്കുന്ന, വികാസം കൊടുക്കുന്ന, മനസ്സിൻ്റെ ആ മുഴുവൻ തലങ്ങളിലോട്ടും അതിനെ വളർത്തുന്ന ഒരു ശാസ്ത്രമാണ് യോഗ. അതുപോലെ ശരീരത്തിന് ആരോഗ്യം വേണം. ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ആരോഗ്യമുള്ള മനസ്സിന് നിലനിൽക്കാനാവുള്ളൂ. എങ്കിലേ ജീവാത്മാവിന് അതിൽ നിലനിൽക്കാനാവുള്ളൂ. അപ്പോൾ ശരീരത്തിനും ആരോഗ്യം കൊടുക്കുന്ന ആ ശാസ്ത്രത്തിൻ്റെ പേര് യോഗാസനമാണ്. യോഗാസനം ഫോർ ശരീരം, യോഗ ഫോർ മനസ്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ നിലനിൽപ്പ്. നമുക്ക് എന്താണ് യോഗ എന്ന് പറഞ്ഞാൽ, മനസ്സിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് സന്തോഷം, ഒന്ന് ദുഃഖം. ഇത് രണ്ടും മനസ്സിൻ്റെ 2 അവസ്ഥകളാണ് അല്ലേ? മനുഷ്യൻ ശരീരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മനസ്സിൻ്റെ 2 അവസ്ഥകളാണ് സന്തോഷവും ദുഃഖവും. പക്ഷേ നമുക്കെപ്പോഴും സന്തോഷം മതി, നമുക്ക് ദുഃഖം വേണ്ട. മനുഷ്യനാരും ദുഃഖത്തിന് വേണ്ടി ജീവിക്കുന്നില്ല. പക്ഷേ ഈ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിൽ വന്നുകൂടുന്ന ദുഃഖമുണ്ട്. അപ്പം ദുഃഖം വന്നാലും സന്തോഷം വന്നാലും രണ്ടിനെയും സമദർശനത്തോടെ, സമത്വത്തോടെ ഒരുപോലെ സ്വീകരിക്കാനുള്ള ഒരു സ്വീകാര്യത, മനസ്സിൻ്റെ സ്വീകാര്യത, ആ നിലയിലോട്ട് മനസ്സിനെ നമ്മൾ പ്രാക്ടീസിലൂടെ ഉയർത്തുക. അതാണ് ആചാര്യ പതഞ്ജലി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ യോഗാശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, ദുഃഖ സംയോഗ വിയോഗ യോഗ. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഇത് രണ്ടും കൂടെ ഒരുപോലെ കാണാനുള്ള സമദർശനം. ദുഃഖം തന്നെയാണ്, സന്തോഷവുമാണ്. അറിയാം, ആർക്കും ദുഃഖം വേണ്ട എന്ന് വെച്ച് സന്തോഷത്താകാൻ പറ്റില്ല. പക്ഷെ അതിനെ സ്വീകരിച്ചില്ലെങ്കിൽ
ദുഃഖം വരുമ്പോൾ നമ്മളാകപ്പാടെ പരിഭ്രാന്തരാകും. അതുണ്ടാകാതിരിക്കാൻ ഒരു മാനസിക ഒരു ഇക്വിലിബ്രിയം, ഒരു ബാലൻസ്ഡ് മൈൻഡ് നമുക്കുണ്ടാകണം. സമത്വം യോഗമുച്യതേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബാലൻസ്ഡ് മൈൻഡ് നമുക്കുണ്ടാകാനാണ് നമ്മൾ യോഗ. അങ്ങനെ നമ്മൾ മനസ്സിനെ വികസിപ്പിച്ച് ആ നിലയിലോട്ട് ഉയർത്തിയെടുക്കണം. എങ്ങനെയാണ് മനസ്സിനെ വികസിപ്പിച്ചെടുക്കുക? നമ്മൾ സാധാരണ ധർമ്മശാസ്ത്രങ്ങളും പഠനങ്ങളും എല്ലാം ഉണ്ട്. അതിനുള്ള പല ഘടകങ്ങളാണ് നമ്മൾ പറയല്ലേ അഷ്ടാംഗ യോഗ അല്ലെങ്കിൽ യോഗ സിസ്റ്റം ഇതെല്ലാം ഉണ്ട്. അതിൽ അഷ്ടയോഗയിൽ യമം, ആസനം, നിയമം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, അങ്ങനെ സമാധിയിലോട്ട് എത്തുന്നു. ഈ സമാധിയിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ മരണമാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ഏറ്റവും ശാന്തമായ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നു. ഈ ഘടകങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയാലാണ് ഈ സമാധി അവസ്ഥയിൽ അല്ലെങ്കിൽ ശാന്തമായ ഈ അവസ്ഥ മനസ്സിൻ്റെ ഏറ്റവും ശാന്തതയിൽ എത്തുകയുള്ളൂ. ആ ശാന്തതയിൽ എത്തണമെങ്കിൽ മനസ്സ് വികസിക്കണം. മനസ്സിൻ്റെ വികാസം എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ ഈ പ്രാക്ടീസുകൾ. എന്താ പ്രാണായാമത്തിലൂടെ ശരീരവും ഒപ്പം തന്നെ മനസ്സും. നമ്മൾ യോഗ പറഞ്ഞല്ലേ, യോഗ മനസ്സിനെ ഉയർത്താനും യോഗാസനം ശരീരത്തെ ഉയർത്താനും. അപ്പം ഈ പ്രാണായാമം ചെയ്യുന്നതിലൂടെ നമ്മളെ മനസ്സിനെ നമ്മൾ ശാക്തീകരിക്കുന്നു. നമ്മുടെ ലങ്സിൻ്റെ പവർ കൂട്ടുകയാണ് ചെയ്യുന്നത്. ലങ്സിൻ്റെ പവർ അതോടെ വർദ്ധിക്കുന്നു. ഈ പ്രാണായാമം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, ഇവിടെ അതിലൊരു ഘടകം മാത്രമാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ നിലനിൽക്കുന്ന 6 ചക്രങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണത്? മൂലാധാരം, സ്വാധിഷ്ഠാനം, അനാഹതം, മണിപ്പൂരകം, വിശുദ്ധി, ആജ്ഞ, അതുപോലെ സഹസ്രാരപത്മം. അങ്ങനെ ഈ 6 ചക്രങ്ങളിൽ കൂടെ കടന്ന് നമ്മൾ സഹസ്രാരം. എന്താണ് ഈ 6 ചക്രങ്ങളിൽ കടക്കേണ്ടത്? ശ്വാസമാണോ? അല്ല. നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുന്ന ധ്യാനം അതിനാണ് ചെയ്യുന്നത്. ധ്യാനത്തിലൂടെ നമ്മളെ മനസ്സിനെ മൂലാധാരത്തിൽ ഉറപ്പിച്ചിട്ട് മൂലാധാരം മുതൽ ഓരോ ചക്രങ്ങളിൽ കൂടി മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ധ്യാനമന്ത്രങ്ങളിൽ കൂടി അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സ് പതറിപ്പോകാതെ, മനസ്സ് വെളിയിലോട്ടിങ്ങനെ ചുറ്റി സഞ്ചരിക്കാതെ ശരീരത്തിനുള്ളിൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് സഹസ്രാര പത്മത്തിലെത്തിക്കണം, അല്ലെ ആജ്ഞ വരെ എത്തിക്കണം. ആ ഒരു മന്ത്രം തുടർന്നാണ് മനസ്സിൻ്റെ ശാന്തതയ്ക്കുള്ള ഒരു മാർഗം. ഇതിലൂടെ മനസ്സിന് മാത്രമല്ല, ഈ ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മനസ്സിനുള്ളിൽ, ശരീരത്തിനുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്നതല്ല ഈ ചക്രങ്ങൾ. ഇത് നമ്മുടെ മൂലാധാരത്തെ അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ എക്സ്ക്രീഷൻ സിസ്റ്റം, യൂറിനറി സിസ്റ്റം, ഇതിലെല്ലാം ബന്ധപ്പെട്ടാണ് ആ സിസ്റ്റംസൊക്കെ. അത് മൂലാധാരവുമായി ബന്ധപ്പെട്ട് ആ മൂലാധാരം ക്ലിയറായിരിക്കണം. അവിടെ അസുഖങ്ങളൊന്നും കൂടാതെ നമ്മൾ അത് ക്ലാരിറ്റിയോടെ നോക്കണം. പിന്നെ രണ്ടാമതുള്ള സ്വാധിഷ്ഠാനം. നമ്മുടെ ദഹനേന്ദ്രിയ പ്രദേശങ്ങളാണ് ഉദരം, വയറ്. നമ്മുടെ വയറ് നിറച്ച് ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. യോഗ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മളൊരു ബസ് യാത്ര ചെയ്യാൻ പറ്റുമോ? എന്ത് ടെൻഷനായിരിക്കും. അപ്പം മനസ്സും അപ്സെറ്റായി, ശരീരവും അപ്സെറ്റായി. അപ്പം ആ വയറ് നമ്മൾ, അല്ലെങ്കിൽ അത് ആഹാരത്തിലൂടെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മുടെ സ്വാധിഷ്ഠാനം. പിന്നെ അനാഹതം എന്ന് പറയുന്ന നമ്മുടെ ഭാഗങ്ങൾ, കിഡ്നി, ലങ്സ്, നമ്മുടെ പാൻക്രിയാസ് ഏരിയ, ഇതെല്ലാം മണിപ്പൂരകം, പാൻക്രിയാസിൻ്റെ ഒക്കെ ഏരിയയാണ് തോന്നുന്നത്. അതെല്ലാം ക്ലിയറായിട്ട് അസുഖങ്ങൾ കൂടാതെ രോഗപ്രതിരോധ ശക്തിയോടെ നിർത്തണം. അതുപോലെ നമ്മൾ നമ്മുടെ ശ്വസനേന്ദ്രിയങ്ങൾ, നമ്മുടെ ബ്രീത്തിങ്, ആ ഏരിയകൾ, ലങ്സ്, വിശുദ്ധി, പിന്നെ കണ്ഠം, നമ്മുടെ ENT, ഇയർ, നോസ്, ത്രോട്ട്, ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലിയറായിട്ടും ആരോഗ്യപരമായിട്ടും നിലനിർത്തണം. അപ്പം അനാഹതം, സ്വാധിഷ്ഠാനം, മണിപൂരകം, സ്വാധിഷ്ഠാനം, അനാഹതം, മണിപൂരകം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരപത്മം, ഈ ചക്രങ്ങളിലെല്ലാം എത്തി നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും അതുപോലെ മനസ്സിൻ്റെ ബ്രീത്തിങ്ങും ക്ലിയറായിരിക്കണം. അങ്ങനെ ഇരിക്കും നമ്മുടെ തലച്ചോറ് നമ്മളെ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കും. ഈ തലച്ചോറിനകത്ത് അവിടെ ഉണ്ടാകുന്ന യൂണിലിയർ കോഡ്, നമ്മൾ മന്ത്രശക്തിയോടെ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ജപിക്കുമ്പോൾ അവിടെ സൃഷ്ടിച്ചെടുക്കുന്ന ചില
ശക്തികളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, യൂണിലിയർ കോഡിംഗ് എന്നുണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ വളരെ ക്ലിയറായി നിന്നാൽ നമ്മുടെ മെമ്മറി, അൽഷിമേഴ്സ് മുതലായ രോഗങ്ങളും എല്ലാം മാറി ശരീരം ആരോഗ്യപരമായി നിൽക്കും. ഒപ്പം മനസ്സ് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.5 അടി നീളമുള്ള വാമനെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണു ചൈതന്യമായിട്ട് കാണാനായിട്ട് തൻ്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് മഹാബലിക്ക് കഴിഞ്ഞു. മഹാബലി ലോകം മുഴുവൻ നിറഞ്ഞ വ്യക്തിയായിട്ട് വികസിച്ചു എന്ന് പറഞ്ഞാൽ മഹാബലിയുടെ മനസ്സാണ് അവിടെ വികസിച്ചത്. എങ്ങനെ വികസിച്ചു? വാമനൻ എന്ന് പറയുന്ന ചെറിയ മനുഷ്യൻ അവിടെ നിന്നതേ ഉള്ളൂ. പക്ഷേ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന വൈഷ്ണവ തേജസ്സായിട്ട് ആ വാമനെ കാണാൻ മഹാബലിക്ക് കഴിഞ്ഞത് തൻ്റെ മനസ്സിൻ്റെ വികാസമാണ്. അതുപോലെ മനസ്സിനെ നമ്മൾ വികസിപ്പിച്ച് മനസ്സിനെ ഉയർത്തിയെടുക്കണം. അതാണ് നമ്മൾ ഈ യജ്ഞങ്ങളിൽ കൂടി ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ. യോഗ എന്ന് പറയുന്നത് ഒരു യജ്ഞം തന്നെയാണ്. യോഗ, യുജ് അഥവാ യജ്ഞം എന്നെല്ലാം അതിന് പേര് പറയാം. അപ്പം ഈ പ്രാക്ടീസിലൂടെ നമ്മുടെ മനസ്സിനെ ഉയർത്തുന്ന ഈ ശാസ്ത്രം ഭാരതത്തിലെ 6 സ്കൂൾ ഓഫ് തോട്ട്സ്, സ്കൂൾ ഓഫ് ഫിലോസഫി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് പതഞ്ജലിയുടെ യോഗാശാസ്ത്രം എന്ന സ്കൂള്. അപ്പോൾ അതിൽ നമ്മൾ എന്നെന്നും ഈ പതഞ്ജലി മഹർഷിയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിൻ്റെ പുറത്തോട്ടും ജാതി ചിന്തയോ മത ചിന്തകളോ അല്ലെങ്കിൽ വർഗവർണ്ണ ചിന്തകളോ ഒന്നും കൂടാതെ അതിനെല്ലാം ഉപരിയായി സ്വീകരിക്കുന്ന ഒരു ജീവിത ശാസ്ത്രമായി യോഗ ഉയർന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് അത് മനസ്സിലാക്കി യോഗ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിൽ കൂടെ മാത്രമേ യോഗ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും യോഗാ ദിന ആശംസകൾ. നന്ദി, നമസ്കാരം.